മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു സിറ്റുവേഷനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഗാർഡിയോള ഫുട്ബോൾ ലോകത്ത് തന്നെ നെറ്റിച്ചുകൊണ്ടാണ് പെപ്പിൻ്റെ ഒരു അനൗൺസ്മെന്റ് വരുന്നത്. അപ്പോൾ പെപ്പ് ഈ സീസണിൻ്റെ അവസാനത്തോടു കൂടി സിറ്റി വിടുന്നാണ് പറഞ്ഞിട്ടുള്ള ഡിസിഷൻ മെയ്ഡ് ചെയ്തു എന്നാണ് ഫബ്രിസിയോ അടക്കമുള്ള റിപ്പോർട്ടുകൾ ഒക്കെ ചെയ്യണത്. ആ സിറ്റിൻ്റെ സിറ്റുവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ പെപ്പ് 6 പ്രീമിയർ ലീഗൊക്കെ നേടിക്കൊടുത്തിട്ടാണ് സിറ്റിൻ്റെ പടി ഇറങ്ങുന്നത്. അപ്പം സിറ്റിൻ്റെ മോശം അവസ്ഥയിലും ഈ സീസണിലും 2 ട്രോഫിയൊക്കെ സിറ്റിക്ക് നേടിക്കൊടുക്കാൻ പെപ്പിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം പെപ്പ് ഒരു വർഷത്തെ കരാർ കൂടി ബാക്കി നിൽക്കെ ആണ് കരാർ അവസാനിപ്പിച്ചാണ്ട് പെപ്പ് പോകാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പം ഓൾറെഡി പെപ്പിൻ്റെ പകരക്കാരനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു സിറ്റി. പെപ്പിൻ്റെ തന്നെ അസിസ്റ്റന്റ് മാനേജറായിട്ടുണ്ടായിരുന്ന റീസെൻ്റ്ലി ചെൽസിയിലൊക്കെ കളിച്ച് ചെൽസിയെ കോച്ച് ചെയ്ത് ക്ലബ് വേൾഡ് കപ്പൊക്കെ വിൻ ചെയ്ത എൻസോ മരേസ്കയാണ് സിറ്റിയിൽ പിന്നെ പകരക്കാരനായിട്ട് വരാൻ പോകണം. അപ്പം എൻസോ മരേസ്ക എങ്ങനെ സിറ്റിയെ ഡെവലപ്പ് ചെയ്യും, എങ്ങനെയാവും എൻസോ മരേസ്കൻ്റെ കയ്യിൽ സിറ്റി കളിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പെപ്പ് ഗാർഡിയോളയുടെ ഒരു കോച്ചിങ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പെപ്പ് ഇൻ്റർനാഷണൽ ഫുട്ബോളിലേക്ക് സ്വിച്ച് ചെയ്യുന്നതാണ് ഇംഗ്ലീഷ് ആൻഡ് സ്പാനിഷ് മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്യണം. അപ്പം ഫുട്ബോളിൽ ഇനി ഒരു ടീമിൻ്റെ കോച്ചായിട്ട് പെപ്പ് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം കുറച്ച് മുന്നേയൊക്കെ ഇറ്റലി ആയിട്ടൊക്കെ ലിങ്ക് ഉണ്ടായിരുന്നതാണ് പെപ്പ് ഗാർഡിയോളായിട്ട്. അപ്പം ഇറ്റലിക്ക് ഇനി ഒരു വേൾഡ് കപ്പ് നേടണമെങ്കിൽ പെപ്പ് വേണ്ടി വരും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. അപ്പം പെപ്പ് ഗാർഡിയോള ഇനി അടുത്തൊരു മാനേജർ സിറ്റുവേഷനിൽ നമുക്ക് എവിടെ കാണുന്നുള്ളത് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പം സിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ പെപ്പ് പടി ഇറങ്ങുന്നതോടുകൂടി പെപ്പിൻ്റെ ഒപ്പം തന്നെ കുറേ സീനിയർ പ്ലേയേഴ്സും ഈ സീസണിൽ ക്ലബ്ബ് വിട്ട് പോവുകയാണ്. ഇപ്പം ബെർണാഡോ സിൽവ ആണെങ്കിലും ജോൺ സ്റ്റോൺസ് ആണെങ്കിലും നീണ്ട 9-10 വർഷക്കാലം സിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ പെപ്പ് ഗാർഡിയോളം ഈ സീനിയർ പ്ലേയേഴ്സൊക്കെ പോകുമ്പം മാഞ്ചസ്റ്റർ സിറ്റി അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. അപ്പം എന്താവും സിറ്റിൻ്റെ അടുത്ത സീസണിലേക്കുള്ള അവസ്ഥ അതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമ്പം പെപ്പ് ഇനി എവിടെ പരിശീലിപ്പിക്കും എന്നുള്ളതും കമൻറ്റിൽ രേഖപ്പെടുത്തും.